ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്ന ഒരു ചെറിയ ആമസോൺ ബ്യൂട്ടി ഹോളാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കുഞ്ഞ് ബ്യൂട്ടി ഹോളാണ്. ഇതിൽ 2 പ്രൊഡക്ട്സ് കുറേ വട്ടം റീപർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സാണ് കേട്ടോ. അതേതാണെന്ന് കാണിച്ചു തരാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് എൽഫിൻ്റെ ഈ ഒരു കുഞ്ഞ് ഐ ഷാഡോ പാലറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സ് ആട്ടോ വരുന്നത്. ചെറുതായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. വന്നപ്പം അത് പാക്കേജിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നമാകുമോ, ഈ ഒരു ഷെയ്ഡ് ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഗ്ലിറ്റർ ഷെയ്ഡ്സ്, 2 മാറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കളർ പാലറ്റ്സും അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 390 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ഷെയ്ഡ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫോമുലയാണ്. അടുത്ത എൽഫിൻ്റെ ഈ ഒരു കോണ്ടോറാണ്, ഹാലോ ഗ്ലോ കോണ്ടോർ. അപ്പോൾ ഞാൻ മേടിച്ച ഷെയ്ഡ് മീഡിയം ആൻഡ് ടാൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യാം. ഇങ്ങനെ ഇവിടെ നല്ല കുഷ്യനാണ് വരുന്നത്. ഈസിലി ബ്ലെൻഡബിൾ ആട്ടോ. കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. എൽഫിൻ്റെ പ്രൊഡക്ട്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത 1150 റുപ്പീസിനാണ്. അടുത്ത ഒരു കളർ കറക്റ്ററാണ്. ഞാൻ പീച്ച് ഷെയ്ഡാട്ടോ പർച്ചേസ് ചെയ്തത്. ഇത് എൽഫിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡും അവൈലബിൾ ആണ്. നല്ല ഫോമുലയാട്ടോ. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫെയർ ടു മീഡിയം സ്കിൻ ടോൺസിനാണ് ഈ ഒരു പീച്ച് ഷെയ്ഡ് കൂടുതൽ കളർ കറക്റ്റ് ചെയ്യാൻ മാച്ച് ആവുന്നത്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ച് ഷെയ്ഡാട്ടോ കുറച്ചുകൂടി സ്യൂട്ട് ആവുന്നത്. എനിക്കിത് ഓക്കെ ആട്ടോ. ഇത് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. എന്നാലേ എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായി കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷനൊക്കെ. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 590 റുപ്പീസിനാണ്. പിന്നെ ഈ പിഗ്മെൻറ്റേഷനും അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ നല്ല കുറവാണെങ്കിൽ ഈ ഒരു പീച്ച് ഷെയ്ഡ് നിങ്ങൾക്ക് ഓക്കെ ആവും. അടുത്തത് ഞാൻ കുറേ വട്ടം റീപർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഡേവിഡ് ബെക്കത്തിൻ്റെ ഇൻറ്റിമേറ്റ്ലി എന്ന് പറഞ്ഞ ഈ ഒരു ഡിയോഡ്രൻറ്റ് സ്പ്രേ. നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാട്ടോ. ഈ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് കുറേ വട്ടം റീപർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഇത് ആക്ച്വലി മെൻസ് സ്പ്രേ ആണ്. പക്ഷേ എൻ്റെ സ്മെല്ല് അടിപൊളിയാട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 494 റുപ്പീസിനാണ്. 150 ml ഓഫ് പ്രൊഡക്റ്റ് ആട്ടോ. അടുത്തത് ഒരു നെയിൽ പോളിഷാണ്. ബാഡ് കമ്പനിയുടെ നെയിൽ പോളിഷ് ആട്ടോ. ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് വേറെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ കോംബോ ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ ന്യൂഡ് ഷെയ്ഡ്സിൻ്റെ കോംബോ, അങ്ങനെ പല കോംബോസും അവൈലബിൾ ആണ്. അപ്പോൾ കോംബോ ആയിട്ട് മേടിക്കുന്ന കേട്ടോ കുറച്ചുകൂടി മീൻസ് അഫോർഡബിൾ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 229 റുപ്പീസിനാണ്. ഈ ഒരു ഷെയ്ഡ് വരുന്നത് 72 ബ്രൗൺ ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. അടുത്ത പാക്കിൻ്റെ ഐലാഷ് ഗ്ലൂ ആണ്. ബ്ലാക്ക് ഷെയ്ഡാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. കാരണം ഞാൻ അധികം മേളിൽ ബ്ലാക്ക് ഐലൈനർ അല്ലെങ്കിൽ ബ്ലാക്ക് കാജലൊക്കെ ആട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ബ്ലാക്ക് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ വൈറ്റും അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഞാനിത് പർച്ചേസ് ചെയ്ത് 545 റുപ്പീസിനാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. കുറേ പേര് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നത് കണ്ടായിരുന്നു. അത് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇത് കൺസീലർ ബ്രഷാണ്. ഇതും പാക്കിൻ്റെ ആട്ടോ. പാക്കിൻ്റെ ബ്രഷസ് അത്യാവശ്യം നല്ല പോപ്പുലർ ആട്ടോ. നല്ല വോള്യൂമിനസ് ആയിട്ടുള്ള ബ്രഷാണിത്. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 475 റുപ്പീസിനാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കട്ടെ. ഇതിൻ്റെ കോഡ് വരുന്നത് 219 ആണ്, 219. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. നല്ല ഡെൻസിറ്റി ഉണ്ട് കേട്ടോ. അടുത്തത് ഞാൻ കുറേ വട്ടം റീപർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. ഇബയുടെ ലോങ് സ്റ്റേ ലിക്വിഡ് ഐലൈനർ. അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് അത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഇബയുടെ തന്നെയാണ്. ഈ ഒരു വാണ്ടിനാണെങ്കിൽ അത്യാവശ്യം നല്ല നീളമുണ്ട്. ഒരു ആപ്ലിക്കേറ്റർ ആണെങ്കിൽ നല്ല തിൻ ആൻഡ് പോയിൻറ്റി ആയിട്ടുള്ള ആപ്ലിക്കേറ്റർ ആട്ടോ. ഞാൻ ഐലൈനർ എങ്ങനെ എഴുതുന്നതെന്ന് ഉള്ള ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്താൽ മതി. അതിൽ ഇബയുടെ ലൈനർ വെച്ചിട്ടാണ് എഴുതുന്നത്. ആപ്ലിക്കേറ്റർ അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം നന്നായി ലാസ്റ്റ് ചെയ്യുന്ന ലൈനറും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ ജെറ്റ് ബ്ലാക്ക് ആണ് പർച്ചേസ് ചെയ്തത്. അധികം ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടാട്ടോ ഐലൈനർ എഴുതാറ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 244 റുപ്പീസ്
റുപ്പീസിനാണ്. അടുത്ത ഡോവിൻ്റെ സോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഡോവിൻ്റെ സോപ്പ്. 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ് പർച്ചേസ് ചെയ്തത്. ഞാനത് പർച്ചേസ് ചെയ്ത് 3 എണ്ണം 214 റുപ്പീസിനാണ്. 214 എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഈ ഒരു വേരിയൻ്റാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള. വേറെ വേരിയൻസും ഇവർക്ക് അവൈലബിൾ ആട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള. എൻ്റെ സ്മെല്ലും നല്ല അധികം ഡ്രൈ ആക്കത്തില്ല നമ്മുടെ സ്കിന്ന്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. പ്ലമ്മിൻ്റെ ഈ ഒരു ഷാമ്പു ആണ്. ഈ ഒരു ഷാമ്പു ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചെറുതാണ് പർച്ചേസ് ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ വലുത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് 75 ml ഓഫ് പ്രൊഡക്റ്റ് ആണ്. പ്ലം കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ് ഷാമ്പു. അപ്പോൾ ഇതാണെങ്കിൽ നല്ല ഷാമ്പു ആട്ടോ. ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കി, നല്ല ഷാമ്പു ആണ്. പിന്നെ ഇത് കുറച്ചിങ്ങനെ പതയുന്ന ടൈപ്പ് ഷാമ്പു ആണ്. അപ്പോൾ ഇത് കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനിത് പർച്ചേസ് ചെയ്തത് 129 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ ചെറിയ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.